എൻ്റെ ഇംഗ്ലണ്ടിലുള്ള എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ എന്നോട് പറയും, നീ ആ സമയത്ത് പോയി ചെയ്തതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ബ്രേക്കൽ നെർവ് തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നോ എന്ന് അറിയില്ലായിരുന്നു. എൻ്റെ പേര് സിസിലി സാജു. എൻ്റെ വീട് കിളിയന്തര അടുത്ത് വള്ളിത്തോടെന്ന് പറയും. ഞാൻ ജോലി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. ഞാനൊരു നേഴ്സാണ്. അവിടെ ഇംഗ്ലണ്ടിൽ നാഷണൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് എൻ്റെ ലെഫ്റ്റ് തോളിന് ഭയങ്കര പെയിൻ തുടങ്ങി. ആദ്യമൊക്കെ അത്ര അധികം ഇല്ലായിരുന്നു. പിന്നീട് അത് വല്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. നമ്മൾക്ക് അവിടെ ഇംഗ്ലണ്ടിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. പക്ഷെ ചില സമയത്തല്ല, ഇപ്പോഴത്തെ തിരക്ക് കാരണം നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടാനായിട്ട് ചിലപ്പോൾ കുറച്ച് വൈകും. എനിക്കും അങ്ങനെ എൻ്റെ ജനറൽ പ്രാക്ടീഷണർ കണ്ടിട്ട് എനിക്കത് ബേഴ്സൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമാണെന്ന് കരുതി എനിക്ക് കുറെ ഇൻട്രാ ആർട്ടുകൾ നമ്മുടെ ജോയിന്റിനകത്തോട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ തന്നിരുന്നു 2 പ്രാവശ്യം. എന്നിട്ട് കുറഞ്ഞില്ല. അന്നേരം ഞാൻ കൺസൾട്ടന്റിന് വേണ്ടിയിട്ട് ജോയിന്റ് കൺസൾട്ടന്റിന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റാതെ ഞാൻ വെറുതെ സെറ്റിയിൽ ഇരിക്കുമായിരുന്നു. കൈ അനങ്ങിയാൽ സഹിക്കാൻ പറ്റാത്ത വേദന. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഇരിട്ടിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ നാട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് കണ്ണൂരുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ജ്യോതി പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അവിടുത്തെ ഓർത്തോപീഡിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡോക്ടറിനെ ഒന്ന് കാണിക്കാം, നല്ല ഡോക്ടറാണ്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സമ്മതം മൂടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരൻ എനിക്ക് ഡോക്ടർ ജ്യോതി പ്രശാന്തിന് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചു. അപ്പൊ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വഴി തന്നെ സാറിനെ കണ്ടു. ക്ലിനിക്ക് വെച്ച് തന്നെ സാറ് പറഞ്ഞായിരുന്നു, ഇത് സ്ലാബ് ടയർ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. എപ്പോഴെങ്കിലും വീഴുവോ ചതയോ ഒക്കെ ചെയ്തപ്പോഴുണ്ടായതായിരിക്കും. ഏതായാലും നമുക്കൊരു MRI ചെയ്തിട്ട് അത് എത്രമാത്രം ഉണ്ടാ മുറിവ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് റിപ്പോർട്ട് കിട്ടി, കൺഫേം ആക്കി. ലെവൽ 4 സ്ലാബ് ടയർ ആണ്. അത് സർജറിയിൽ കൂടെ മാത്രമേ റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ബ്രേക്കൽ നെർവ് റപ്ചർ ആയിരുന്നു. അപ്പോൾ സർജറി മാത്രമേ അതിന് ട്രീറ്റ്മെന്റ് ഉള്ളൂ. അപ്പോൾ സാർ അത് ക്ലിയർ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ അതിന്റെ പിറ്റേ ദിവസം എനിക്ക് സർജറി ചെയ്തു. പിന്നെ എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. ഒരു 2 ആഴ്ചയായപ്പോൾ തിരികെ പോയി. ഇവിടുന്ന് തന്നെ എൻ്റെ റിഹാബിലിറ്റേഷൻ, അതായത് ഫിസിയോതെറാപ്പി തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്ന് 2 മാസം കൂടി സാറ് പറഞ്ഞതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എടുത്തു. എനിക്ക് സാറിനെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ടെലിഫോണിൽ കൂടെ കൺസൾട്ടേഷൻ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മാസം ആയപ്പോഴേക്കും എനിക്ക് പിന്നെ വേദന ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാറി. പിന്നെ പെയിൻ കില്ലർ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. എന്നാലും ഫിസിയോതെറാപ്പി എടുക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുമായിരുന്നു. ഒരു 3 മാസമായപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ബാക്ക് ടു നോർമലായി. ഞാൻ പാർട്ട് ടൈം ജോലിയിൽ ജോയിൻ ചെയ്തു. ഒരു 4 മാസമായപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമലായി. ഞാൻ ഫുൾ ടൈം ജോലിയിലായി. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ടേ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ എന്താ പറയാ, ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനമായിരുന്നു ആ സമയത്ത് ഇവിടെ വരിക എന്നുള്ളതും അത് ചെയ്യുക എന്നുള്ളതും. എൻ്റെ ഇംഗ്ലണ്ടിലുള്ള എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ എന്നോട് പറയും, നീ ആ സമയത്ത് പോയി ചെയ്തതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ബ്രേക്കൽ നെർവ് തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നോ എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷം എനിക്കുണ്ട്. ഡോക്ടർ ജ്യോതി പ്രശാന്തിനോടും ടീമിനോടും ബേബി മെമ്മോറിയൽ കണ്ണൂർ ഹോസ്പിറ്റലിനോടും എനിക്ക് വല്ലാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. അപ്പം താങ്ക് യു.